എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വാനര രാജാവായിരുന്ന ബാലിയുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന സുഗ്രീവൻ്റെയും കഥയൊന്ന് കേട്ടാലോ. പതിവ്രതയായ ശീലാവതിയുടെ ഭർത്താവായ ഉഗ്രതപസ്സിനെ സൂര്യൻ ശപിക്കുന്നു. ഇതുകേട്ട് കോപിഷ്ഠയായ ശീലാവതി സൂര്യൻ ഇനി ഉദിക്കാതിരിക്കട്ടെ എന്ന പ്രതിശാപവും നൽകുന്നു. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കേണ്ട നേരമായിട്ടും ഉദിക്കാതെ വന്നപ്പോൾ സൂര്യൻ്റെ സാരഥിയായ അരുണൻ ഒരു സ്ത്രീ രൂപത്തിൽ ദേവലോകത്തേക്ക് ചെല്ലുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഇന്ദ്രനിൽ നിന്ന് അവൾക്ക് ബാലി എന്നൊരു കുഞ്ഞ് ജനിച്ചു. തിരികെ സൂര്യദേവൻ്റെ അരികിലെത്തിയ അരുണൻ്റെ സ്ത്രീരൂപം കണ്ട് ഇന്ദ്രനെപ്പോലെ തന്നെ സൂര്യനും അവളോട് ആകർഷണം തോന്നുകയും സൂര്യനിൽ നിന്ന് അവൾക്ക് മറ്റൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞ് സുഗ്രീവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ബലി സുഗ്രീവന്മാർ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൽ അഹല്യയുടെ സംരക്ഷണത്തിൽ വളർന്നു വന്നു. ആ കാലഘട്ടത്തിൽ കിഷ്കിന്ധ ആസ്ഥാനമാക്കി കാട് ഭരിച്ചിരുന്ന ഋഷരജസ് എന്ന വാനര രാജാവായിരുന്നു. സന്താനങ്ങളില്ലാതിരുന്നതിനാൽ അതീവ ദുഃഖിതനായി തീർന്ന അദ്ദേഹം ഇന്ദ്രദേവനെ അഭയം പ്രാപിച്ചു. ഇന്ദ്രൻ ഗൗതമാശ്രമത്തിൽ ചെന്ന് തൻ്റെയും സൂര്യൻ്റെയും അംശത്തിൽ നിന്ന് ജനിച്ച ബാലി സുഗ്രീവന്മാരെ കൊണ്ടുവന്ന് ഋക്ഷരജസ്സിന് നൽകി. അദ്ദേഹം ബാലി സുഗ്രീവന്മാരെ സ്വന്തം മക്കളായി വളർത്തി. പാലാഴി മഥന സമയത്ത് അഭിപ്രായ ഭിന്നത നിമിത്തം യുദ്ധത്തിന് വന്ന ദൈത്യന്മാരെ ബാലി തോൽപ്പിച്ചു. ഇതിൽ സന്തുഷ്ടരായ ദേവന്മാർ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്ന താര എന്ന വനിതയെ ബാലിക്ക് സമ്മാനിച്ചു. അദ്ദേഹം അവളെ വിവാഹം കഴിച്ചു. താരയിൽ ബാലിക്ക് അംഗദൻ എന്ന വീരനായ ഒരു പുത്രൻ ജനിച്ചു. ആ ഘട്ടത്തിൽ ഋക്ഷരജസ് മരിക്കുകയും ബാലി രാജാവായി തീരുകയും ചെയ്തു. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിലാണ് ശിവപാർവതി ചൈതന്യത്തിൽ നിന്ന് ഹനുമാൻ ജന്മമെടുക്കുന്നത്. ഹനുമാന്റെ ജന്മത്തോടെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ബാലിക്ക് ഭയം തോന്നി. അദ്ദേഹം ഹനുമാന്റെ ജനനം തടയുവാനായി പലതും ചെയ്തുവെങ്കിലും ശിവചൈതന്യത്തിൽ നിന്ന് രൂപമെടുത്ത ഹനുമാന്റെ ജന്മത്തെ തടസ്സപ്പെടുത്തുവാൻ അദ്ദേഹത്തിനായില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ അസുരശില്പിയായ മയൻ്റെ പുത്രൻ മായാവി എന്ന അസുരൻ ബാലിയുടെ കൊട്ടാരത്തിന് മുൻപിൽ വന്നു നിന്ന് പോർവിളി നടത്തി. അവനോട് എതിരിടുവാൻ ബാലി കൊട്ടാരത്തിൽ നിന്ന് സഹോദരനായ സുഗ്രീവനോടൊപ്പം ഇറങ്ങി വരുന്നത് കണ്ട മായാവി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. കോപാകുലനായ ബാലി അനുജനോടൊപ്പം മായാവിയെ പിന്തുടരുകയും രക്ഷപ്പെടുവാനായി മായാവി ഒരു വലിയ ഗുഹയിലേക്ക് കടക്കുകയും ചെയ്തു. അനുജനായ സുഗ്രീവനെ ഗുഹാമുഖത്ത് കാവൽ നിർത്തിയ ബാലി രാക്ഷസനെ തോൽപ്പിക്കുവാനായി ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങി. ഗുഹയുടെ അകത്ത് ചെന്ന് താൻ അസുരനെ വധിക്കുകയാണെങ്കിൽ ഗുഹാമുഖത്ത് പാൽ പ്രത്യക്ഷപ്പെടുമെന്നും മറിച്ച് അസുരൻ തന്നെ കൊല്ലുകയാണെങ്കിൽ ഗുഹാമുഖത്ത് രക്തം പ്രത്യക്ഷപ്പെടുമെന്നും അങ്ങനെ രക്തം വരികയാണെങ്കിൽ ഗുഹാമുഖം വേണ്ട രീതിയിൽ അടച്ചതിന് ശേഷം രാജ്യത്തിലേക്ക് തിരിച്ചു പോകുവാനും ബാലി സുഗ്രീവനോട് നിർദ്ദേശിച്ചു. ഏതാണ്ട് ഒരു വർഷത്തോളം സുഗ്രീവൻ ഗുഹയ്ക്ക് പുറത്ത് കാവൽ നിന്നു. ഗുഹയുടെ ഉള്ളിൽ നടന്ന അതിതീവ്രമായ യുദ്ധത്തിനൊടുവിൽ ബാലി രാക്ഷസനെ കൊന്നു. എന്നാൽ രാക്ഷസൻ്റെ മായാവിദ്യ മൂലം ഗുഹാമുഖത്ത് പാലിനു പകരം ചോരയാണ് പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു എന്ന് കരുതിയ സുഗ്രീവൻ ദുഃഖത്തോടുകൂടി ഗുഹാമുഖം ഉറപ്പായി അടച്ചതിന് ശേഷം കിഷ്കിന്ധയിലേക്ക് തിരിച്ചുപോയി രാജ്യഭാരം ഏറ്റെടുത്തു. അന്നത്തെ കീഴ്വഴക്കമനുസരിച്ച് ജ്യേഷ്ഠൻ്റെ ഭാര്യയായ താരയെയും സുഗ്രീവൻ വിവാഹം കഴിച്ചു. എന്നാൽ അസുരനെ കൊന്ന് ഗുഹാമുഖത്തേക്കെത്തിയ ബാലി ഗുഹാമുഖം അടച്ച രീതിയിൽ കാണുകയും തൻ്റെ സഹോദരനായ സുഗ്രീവൻ തന്നെ കൊന്ന് രാജ്യം കൈക്കലാക്കുവാൻ ചെയ്തതാണ് ഇത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഗുഹാമുഖം തുറന്ന് പുറത്തിറങ്ങിയ ബാലി സുഗ്രീവനെ ആക്രമിക്കുവാനായി കൊട്ടാരത്തിലേക്ക് ചെന്നു. ഭയന്ന സുഗ്രീവൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയോടി ഋഷ്യമൂകാചലത്തിൽ അഭയം നേടി. ഈ മലയിൽ ബാലി കയറിയാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് മദംഗമുനി പണ്ട് ശപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സുഗ്രീവൻ അവിടെ സുരക്ഷിതനായിരുന്നു. തൻ്റെ മന്ത്രിയായ ഹനുമാനോട് കൂടിയാണ് സുഗ്രീവൻ അവിടെ പാർത്തു വന്നത്. എന്നാൽ ബാലിക്ക് സുഗ്രീവനെ എങ്ങനെയും നശിപ്പിച്ചേ തീരൂ എന്ന വാശിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ്
പിതാവ് നൽകിയ പ്രതിജ്ഞ പാലിക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീരാമനും ഭാര്യയായ സീതയും സഹോദരനായ ലക്ഷ്മണനും വനവാസം നടത്തിക്കൊണ്ടിരുന്നത്. സുമുഖരായ രാമനെയും ലക്ഷ്മണനെയും കണ്ട് മോഹിച്ച രാവണ സഹോദരിയായ ശൂർപ്പണഖ അവരോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ അവർ രണ്ടുപേരും അത് നിരസിക്കുകയും കോപാകുലയായ ശൂർപ്പണഖ സീതാദേവിയെ ആക്രമിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. ഇതിൽ ദേഷ്യം പൂണ്ട ലക്ഷ്മണൻ അവളുടെ മൂക്കും മാറിടവും മുറിച്ചു മാറ്റി. സഹോദരിക്ക് പറ്റിയ ദുസ്ഥിതിയിൽ ദുഃഖിതനായ രാക്ഷസരാജാവായ രാവണൻ സീതയെ കട്ടുകൊണ്ടു പോകുന്നതിനായി കാട്ടിലേക്ക് വരികയും ശ്രീരാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് അകറ്റി സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിലൂടെ അലഞ്ഞു നടന്ന് ഒടുവിൽ ഋഷ്യമൂകാചലത്തിൽ എത്തിച്ചേർന്നു. രാമനും ലക്ഷ്മണനും വരുന്നത് കണ്ട് തന്നെ കൊല്ലുവാനായി ബാലി അയച്ച ആളുകളായിരിക്കുമെന്ന് സുഗ്രീവൻ കരുതുന്നു. ഈ വരുന്നവർ ആരാണ് എന്ന് മനസ്സിലാക്കി വരുവാനായി സുഗ്രീവൻ ഹനുമാനെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അവരെ സമീപിച്ച ഹനുമാന് അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനും സഹോദരനായ ലക്ഷ്മണനുമാണെന്നും സീതാന്വേഷണത്തിൻ്റെ ഭാഗമായാണ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നും മനസ്സിലാകുന്നു. ഹനുമാന്റെ മധ്യസ്ഥതയിൽ ശ്രീരാമനും സുഗ്രീവനുമായി ഒരു കരാറിലേർപ്പെടുന്നു. ബാലിയെ വധിച്ച് സുഗ്രീവനെ വാനരരാജ്യത്തിൻ്റെ രാജാവായി അവരോധിക്കുകയാണെങ്കിൽ വാനര സൈന്യത്തെ മുഴുവനായും സീതാന്വേഷണത്തിന് വിട്ടു നൽകാമെന്നായിരുന്നു കരാർ. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ ബാലിയെ പോരിന് വിളിക്കുകയും പനകൾക്ക് പിറകിൽ മറഞ്ഞിരുന്ന ശ്രീരാമൻ അയച്ച അസ്ത്രമേറ്റ് ബാലി മരണമടയുകയും ചെയ്യുന്നു. തുടർന്ന് ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ വാനര രാജാവായി അഭിഷേകം ചെയ്യുകയും നന്ദിസൂചകമായി സുഗ്രീവൻ തൻ്റെ സേനയെ സീതാന്വേഷണത്തിനും തുടർന്ന് നടന്ന രാമരാവണ യുദ്ധത്തിനുമായി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടമായല്ലോ. തുടർന്നും കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കഥ കമൻറ്റ് ബോക്സിൽ ചേർക്കുവാൻ മറക്കരുത്. നന്ദി.